പുതിയൊരു വീഡിയോയിലേക്ക് സാധനം ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ ടോപ്പ് ലൈൻ ബ്ലാക്ക് കളറിൻ്റെ ഒരു റിവ്യൂ ആണ്. ടൈഗോണിൻ്റെ അകത്തും 1 ലിറ്ററിൽ, അതായത് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ GT-യിൽ മാത്രമായിരുന്നു ബ്ലാക്ക് കളർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ വേർട്ടസിലും ടൈഗോണിലും 1 ലിറ്റർ ഫുൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ലിമിറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ബാക്കി എല്ലാ കളേഴ്സും അവൈലബിൾ ആകുന്ന പോലെ ഈ കളർ അവൈലബിൾ ആകത്തില്ല. ഇത് ലിമിറ്റഡ് ആയിട്ട് ഒരു ടൈം പീരീഡിൽ കൊടുക്കുന്നതാണ്. അതായത് GT-യിൽ കൊടുത്ത പോലെ തന്നെ ലിമിറ്റഡ് ടൈം പീരീഡിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കളർ അവൈലബിൾ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞത് 1 ലിറ്ററിൻ്റെ ഫുൾ ഓപ്ഷനാണ്. 1 ലിറ്ററിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 115 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് 1 ലിറ്ററിൽ കൊടുത്തുള്ളത്. അതിൻ്റെ അകത്ത് തന്നെ എന്ന് വെച്ചാൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടറും 6 സ്പീഡ് മാനുവലും വരുന്നുണ്ട്. ഈ ഫ്രണ്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് മാനുവൽ നമ്മൾ ഫീച്ചേഴ്സിനകത്ത് വലിയ ചേഞ്ചസോ കാര്യങ്ങളോ അങ്ങനെ വരുന്നില്ല. പിന്നെ മറ്റേനകത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഓട്ടോമാറ്റിക്കിൻ്റെതായ ഫൺ ടു ഡ്രൈവ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ മാനുവൽ ആണെങ്കിൽ ഈ ഒരു ട്രാഫിക്കിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മാത്രം. അപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് 4 ഇയർ ഇൻബിൽഡ് വാറണ്ടി വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1 lakh കിലോമീറ്ററിന് അടുത്തോളം നമുക്ക് വാറണ്ടി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇൻബിൽഡായിട്ട് തന്നെ. പിന്നെ അത് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് പ്ലസ് 2 ഇയറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 2 ഇയറിന് ശേഷം പിന്നെ 1 ഇയറിൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 7 ഇയേഴ്സ് വരെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ പുതുക്കാൻ പറ്റും. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് കോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാവരും എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ 10,000 എബോ ആണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. എന്നാൽ വെറും 24,000 രൂപക്ക് അല്ലെങ്കിൽ 24,000 തൊട്ട് 30,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സർവീസ് വാല്യൂ പാക്ക് 4 വർഷത്തേക്ക് അവൈലബിൾ ആണ്. അതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുകയാണെങ്കിൽ 4 വർഷത്തേക്ക് ആവറേജ് നോക്കുകയാണെങ്കിൽ 6,500 രൂപ അല്ലെങ്കിൽ മാക്സിമം പോയ 7,000 രൂപയുടെ അടുത്തോളാണ് 4 വർഷത്തേക്ക് നിങ്ങൾക്ക് സർവീസ് കോസ്റ്റ് വരുന്നത്. ആ ഒരു രീതിയിലൊരു സർവീസ് വാല്യൂ പാക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വണ്ടി എടുക്കുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. വണ്ടി എടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാവും. അതിന് ഓരോ ഇയർ കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിസ്കൗണ്ട് കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു കാര്യമാണ്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് കളർ, അതായത് ഇതുവരെ ടോട്ടൽ ഇതിൻ്റെ അകത്ത് 6 കളേഴ്സുകളും ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഇതിൽ ബ്ലാക്കും കൂടി ഇവർ ഇൻട്രൊഡ്യൂസ് ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനം ഇതിന് തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത് ലാവ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ കൂടിയായിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ വേർട്ടസിലാണെങ്കിൽ ടൈഗോണിലാണെങ്കിൽ പുതുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് ടോപ്പ് ലൈനാണ്. അപ്പോൾ ടോപ്പ് ലൈനും GT തമ്മിലുള്ള ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഫ്രണ്ടിൻ്റെ ആ ഒരു GT-യുടെ ബാഡ്ജ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് ഇത് GT ആണോ അല്ലെങ്കിൽ ഇത് 1 ലിറ്ററിൻ്റെ ടോപ്പ് ലൈൻ ആണോ എന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റൊക്കെ സെയിം ആണ് വരുന്നത്. ഇതാണ് നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നത്. ഡിമ്മും ബ്രൈറ്റ് ഇതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്താ സംഭവം, ഇൻഡിക്കേറ്റർ ആണെന്ന് ചോദിച്ചാൽ ഇൻഡിക്കേറ്റർ ഇവിടെ ഈ ഒരു സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു MT ക്യാപ്സ്യൂൾ എന്ന് പറയുക, അതായത് ഡിസൈനിന് വേണ്ടിയിട്ട് മാത്രം കൊടുത്താണ്. ഫംഗ്ഷനായിട്ട് ഇതാകുന്നത് ഈ ഒരു സൈഡിലുള്ളത് മാത്രമാണ്. ഇത് ജസ്റ്റ് ഒരു MT ക്യാപ്സ്യൂൾ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് കൊടുത്താണ്. ഇവിടെ ഇല്ലയെന്ന് വെച്ചാൽ അതൊരു ബോറായിട്ട് തോന്നും. അതുകൊണ്ട് ഒരു MT ക്യാപ്സ്യൂൾ ചെയ്തതാണ്. ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ പുറമേ നിന്നൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഷോറൂമിൽ നിന്ന് എന്തായാലും വലിയ ഇൻഫർമേഷൻ ഒന്നുമില്ല നമുക്ക്. പിന്നെ ഇതാണ് നമുക്ക് DRL-ൻ്റെ ഒരു സ്ട്രിപ്പ് കൊടുത്തുള്ള മോർണിംഗ് ഡേ ടൈം ആയതുകൊണ്ട് നമുക്ക് അത്ര വിസിബിൾ ആണോ എന്ന് അറിയത്തില്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രില്ലിലേക്ക് പോകുമ്പോൾ 3 സ്റ്റെപ്പ് ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2D ലോഗോ ആണ് കൊടുത്തുള്ളത്. പിന്നെ ഇത് ഫുള്ളി ക്ലോസ്ഡ് ആണ്. പിന്നെ ഇവിടെ ആയിട്ട് 2 വെൻ്റാണ്, അതായത് ഓപ്പൺ ആയിട്ട് കൊടുത്തുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ വെച്ചാൽ ഉള്ളിലേക്ക് പോകുന്ന പ്രഷർ ഉണ്ടാവില്ല, എയർ പ്രഷർ കുറച്ച് കൂടുതലായിരിക്കും. ഈ ഒരു 2 ഹോൾ മാത്രമാകുമ്പോൾ 2 ഹോളിൻ്റെ ഉൾപ്പെടെ പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഹീറ്റ് കൂടുതലായിട്ട് എഞ്ചിൻ്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഇവിടെ മാത്രമായിട്ടാണ് ഹോൾ കൊടുത്തുള്ളത്. താഴെ ഫുള്ള് ഓപ്പൺ ആണ് കൊടുത്തുള്ളത്. പിന്നെ അത് നമുക്ക് വെച്ചാൽ കോർണറിന് ഫംഗ്ഷനുള്ള ഒരു ഫോഗ് ലാമ്പാണ് കൊടുത്തുള്ളത്. റൈറ്റ് സൈഡിലേക്ക് ടയർ തിരിക്കുന്നതനുസരിച്ച് റൈറ്റ് സൈഡിലത് ഓട്ടോമാറ്റിക്കായിട്ട് ഫംഗ്ഷൻ ആകുന്നൊരു കോർണറിങ് ഫംഗ്ഷനുള്ള ഫോഗ് ലാമ്പ് എന്ന് പറയും. പിന്നെ നമുക്ക് ഈ ഒരു വിങ് പോലെ ഒരു എന്താ പറയുക ഫ്രണ്ടിൽ തന്നെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ടോയിങ് ഹൂക്കിൻ്റെ ഒരു ഓപ്ഷൻസ് കൊടുത്തുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ടയർ ഡിസൈൻ വരുന്നത്. അതായത് അലോയ് വീലിൻ്റെ ഡിസൈൻ ഈ ഒരു രീതിയിലാണ്. ടോപ്പ് ലൈന് ബേസ് മിഡിൽ ഫുൾ ഓപ്ഷൻ എല്ലാത്തിനും ഡിഫറൻ്റ് ആണ്. ബേസ് മോഡൽ നമുക്ക് അലോയ് വരുന്നില്ല മാത്രമാണ്. ബാക്കി എല്ലാത്തിനും നമുക്ക് ഡിസൈൻ വൈസ് ഡിഫറൻറ്റ് ആണ് വരുന്നത്. ടയർ ഇൻബിൽഡായിട്ട് നമുക്ക് MRF-ൻ്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. MRF-ൻ്റെ ടയർ കൊടുത്തിട്ടുണ്ട്. ടയർ സൈസ് ഇവിടെ ചെയ്തിട്ട് 205 55 R17 ആണ് വരുന്നത്. ഓക്കെ, 17 ഇഞ്ച് അലോയ് വീലാണ് നമുക്ക് ടോപ്പ് ലൈനിൽ കിട്ടുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ആയിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടൊരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ORVM-ൽ ഫുള്ളി ബ്ലാക്കാണ് നമുക്ക് ബോഡി വരുന്നത്. റൂഫ് എല്ലാം തന്നെ ബ്ലാക്കാണ് വരുന്നത്. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാ വണ്ടികളിലും ആൾക്കാർ ചൂസ് ചെയ്യുമ്പോൾ GT-യിലാണെങ്കിലും വേർട്ടസിലും ഇതിലായിക്കോട്ടെ ടൈഗോണിലായിക്കോട്ടെ റൂഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ കളറാണ് വരുന്നത്, ബ്ലാക്ക് അല്ല വരുന്നത്. ഗ്രേ കളറാണ്. അത് ഇവൺ ORVM ആണെങ്കിലും ഗ്രേ കളറാണ് വരുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു GT അല്ലെങ്കിൽ ഈ ടോപ്പ് ലൈനിലെ ബ്ലാക്ക് കളറിൽ മാത്രമാണ്, ബ്ലാക്ക് ഫുള്ളി എക്സ്റ്റീരിയറിലുള്ള കളറിൽ മാത്രമാണ് ഈ ഒരു റൂഫ് ആണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് കിട്ടുന്നത്. ബാക്കിയെല്ലാം ഒരു കാർബൺ സ്റ്റീൽ ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഓക്കെ, അത് ബ്ലാക്കായിട്ട് ഓൾമോസ്റ്റ് സാമ്യം തോന്നിക്കും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ റിക്വസ്റ്റിംഗ് സെൻസർ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്യാണ് നമുക്ക് കീ ഓൾറെഡി കയ്യിലുണ്ട്, നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്രോം ഫിനിഷിന് അതിൻ്റെ കൂടെ ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സ്റ്റിക്കറാണ്, നമുക്ക് ഇളക്കി കളയാൻ പറ്റും. സ്റ്റോക്ക് വന്ന ടൈമിൽ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കവർ ആയിട്ടാണ് വരുന്നത്. അത് ഈവൻ പുറകിൽ അവിടെ ആണെങ്കിൽ വൈറ്റ് കളർ ആണെന്നൊക്കെ നമുക്ക് ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്.
ഓക്കെ, റൂഫ് റെയിലിലേക്ക് പോവുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷനാണ് വരുന്നത്. ഒരു അലൂമിനിയം എന്താ പറയുക ഫിനിഷോട് കൂടിയിട്ടാണ് റൂഫ് റെയിൽ കൊടുത്തുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് സൺറൂഫ് ഓപ്ഷൻ്റെ കൊടുത്തിട്ടുണ്ട്. പാനറോമിക്കല്ല കൊടുത്തുള്ള ചെറിയൊരു സൺറൂഫ് എന്ന് പറയാം. റിയറിൽ നമുക്ക് ഷാർപ്പിന് ആൻറ്റിന ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ ആണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്, എല്ലാ വണ്ടികളിലും വരുന്നുണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞു വണ്ടി സ്റ്റോക്ക് വന്നതേ ഉള്ളൂ, ഇതുപോലും ഫ്യൂൽ ടാങ്കിൻ്റെ ഇതുപോലും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇനി പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 188 mm ആണ് ഈ ഒരു SUV മിഡ് സൈസ് SUVയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലിറ്ററാണ് ഇതിൻ്റെ ടൈഗൂൺ വേർട്ടസിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കൊടുത്തില്ല. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റിയറാണ്. നൈറ്റുള്ള ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ടെയിൽ ലാമ്പാണ്, അത് കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് റിയറിൽ കൊടുത്തുള്ളത്. ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പോർഷൻ ഈ ഒരു സൈഡിലായിട്ടാണ് കൊടുത്തുള്ളത്. പിന്നെ റിയറിൽ നമുക്ക് ഡിഫോക്കർ ലൈൻസ്, വാഷർ, വൈപ്പർ എല്ലാ ഓപ്ഷൻസും ടോപ്പ് ലൈനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഈ ഒരു സൈഡിൽ TSI ബാഡ്ജും ടൈഗൂണിൻ്റെ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് ടൈഗൂൺ എന്നുള്ളൊരു ബാഡ്ജും ഇവിടെ കാണാൻ പറ്റും. 180 ഡിഗ്രിയുടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് എന്ന് പറയാം. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് റിയറിലാണെങ്കിൽ. ഫ്രണ്ടിൽ സെൻസേഴ്സ് ഒന്നും കൊടുത്തില്ല. റിയറിൽ നമുക്ക് ക്യാമറയും 3 സെൻസേഴ്സും റിയറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ റിയറിലാണെങ്കിൽ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് വിങ് പോലെ തന്നെ ഒരു ക്രോം ഫിനിഷ് റിയറിൽ കാണാൻ പറ്റും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. 385 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് 60-40 ആയിട്ട് നമുക്ക് റിയർ സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വെച്ചാൽ ബൂട്ട് ക്യാരിങ് കപ്പാസിറ്റി കുറച്ചുകൂടി കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 40-60 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് സ്പെയർ വീൽ കൊടുത്തിട്ടുള്ളത്. സ്പെയർ വീൽ MRFൻ്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടയർ പ്രൊഫൈൽ കുറച്ചുകൂടി ചെറുതായിരിക്കും. 195/65 R15 ആണ് സ്പെയർ വീൽ കൊടുത്തിട്ടുള്ളത്. അലോയ് വീലും അല്ല വരുന്നത്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവിടെ കാണാൻ പറ്റും. പാർസൽ ട്രേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂട്ട് നമുക്ക് പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് നമുക്ക് പുറമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ജസ്റ്റ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ടോപ്പ് ലൈൻ്റെ വീഡിയോസ് ആരും കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ബ്ലാക്ക് കളർ ആകുമ്പോൾ കുറേ പേര് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പ് ലൈൻ്റെ ഫീച്ചേഴ്സും കുറച്ച് പേർക്ക് അറിയാൻ പറ്റുന്ന വെച്ചാണ് പിന്നെയും ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഓൾറെഡി ടോപ്പ് ലൈൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ 2024 എന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് കൊടുത്ത പോലെ തന്നെ ഇലക്ട്രിക് സീറ്റ്, അതുപോലെ തന്നെ സബ് ബൂഫർ, ആംപ്ലിഫയർ, പിന്നെയുള്ളത് ഫുഡ് വെൽ ഇലുമിനേഷൻ, ഇങ്ങനെ ചെറിയൊരു അപ്ഡേറ്റ് മാത്രമേ ഈ ഒരു ന്യൂ ഇയറിലാണെങ്കിൽ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അത് ലാസ്റ്റ് ഇയറിൽ തന്നെ എൻഡിങ്ങോടുകൂടി കൊടുത്താണ്, ഒക്ടോബർ ആ ടൈം ആകുമ്പോൾ കൊടുത്താണ്. അതുമാത്രമാണ് ഈ ഫേസ് ലിഫ്റ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അധികം പേരും പ്രതീക്ഷിക്കുന്ന ബാക്കിയുള്ള വണ്ടികളെ പോലെ ഡിസൈനിൽ വലിയ ചേഞ്ചസ്. അത് ഫോക്സ് വാൻ അറിയുന്നവരാണെങ്കിൽ പോളോ 10 വർഷം എങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഇവരുടെ ഇതിലാണെങ്കിലും. അതായത് ഡിസൈനിൽ വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ ഫീച്ചർ അപ്ഡേഷൻ, ഇനിയും കുറേ ഫീച്ചേഴ്സ് ഇതിൽ അപ്ഡേഷനായിട്ട് കൊടുക്കാനുണ്ട്. ഇത് വരും വർഷങ്ങളിൽ കൊടുക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അല്ലാതെ വലിയ രീതിയിലൊരു ഫേസ് ചേഞ്ചോ കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇത് ചെറുതായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകാം. നമുക്ക് 4 പവർ വിൻഡോസ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ മാത്രമാണ് നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നത്. ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള ORVMൻ്റെ നോബ് കാര്യങ്ങൾ, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് അത് കൊടുത്തുള്ളത്. സ്പീക്കേഴ്സ് 4 ഡോറിലാണ് കൊടുത്തുള്ളത്. ഡോർ പാഡ് കണ്ടാൽ മനസ്സിലായ സ്പേഷ്യസ് എത്രയാണെന്ന്. ലോക്ക് അൺലോക്കുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹസാർഡിൻ്റെ സൗണ്ട്. ഓക്കെ, ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലെതർ ഫിനിഷോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ലെഫ്റ്റ് സൈഡിൽ ആ സ്റ്റീരിയോ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കൊടുത്തുള്ളത്. ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് വൈപ്പേഴ്സിൻ്റെ വരുന്നത്. പറയാനുള്ളൊരു കാരണം വെച്ചാൽ അതർ ബ്രാൻഡുകൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. ആ ഒരു സൈഡിലാണ് നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ അതുപോലെ തന്നെ പാസ് ലൈറ്റ്, സ്വിച്ചും ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻസൊക്കെ കൊടുത്തുള്ളത്. ഇതിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പെഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ചാൽ വെന്റിലേഷൻ സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് സീറ്റ് വരുന്നുണ്ട്. 6 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് സീറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഡെഡ് പെഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞു. ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ഇതിൽ തന്നെ ഡ്രൈവ് മോഡ് പിന്നെ സ്പോർട്ട് മോഡ് എന്ന് പറഞ്ഞ 2 മോഡുകളാണുള്ളത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ്ങുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. AC നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോട് കൂടിയിട്ടാണ് AC വരുന്നത്. ഇതാണ് നമുക്ക് സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച്, ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും. പിന്നെ എഞ്ചിൻ ഓട്ടോ സ്റ്റാർട്ടിൻ്റെ ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോയുടെ കാര്യത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 ഇഞ്ചിൻ്റെ ഫുൾ സൈസ് ഇത് കിട്ടുന്നുണ്ട്. അതായത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതൊക്കെ നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻസൈഡ് റിവർ വ്യൂ മിറർ നമുക്ക് ഓട്ടോ ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സൺറൂഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിൽ 1 ടച്ച് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡിങ് ആംറെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടതായിട്ടൊരു സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കൊടുത്തിട്ടുള്ളത്, ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുള്ളത് ലിവറാണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക് പാർക്കിംഗ് ഹാൻഡ് ബ്രേക്ക് ഒന്നും കൊടുത്തിട്ടില്ല.
പിന്നെ ഗ്ലോ ബോക്സിൻ്റെ അകത്തിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ കൂൾഡ് ഗ്ലോ ബോക്സാണ് നമുക്ക് ഇതിലും കിട്ടുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചാർജിങ് പോർട്ട് 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, ഇവിടെ ആയിട്ട് കീ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്പേസ്, ഇവിടെ ചെറിയ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ചാർജിങ് C2C ആണ് അധിക സ്ഥലത്തും വരുന്നത് നമുക്ക്. ഓക്കെ, ഈ അത്രയാണ് പറയാനുള്ളത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്, കാരണം എന്താ വെച്ചാൽ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ട് എനിക്ക് തന്നെ അതൊരു ബോറടിപ്പിക്കുന്ന രീതി തോന്നിയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തീർക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വേണ്ടിയിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാനലിൽ തന്നെ കാണാൻ പറ്റും. 4 ഡോർ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻ്റെ സ്പേസ്, അതായത് ഫ്ലോർ സ്പേസ് ഇത്രയാണുള്ളത്. മിഡിൽ ചെറിയൊരു ഹമ്മുണ്ട്, പക്ഷേ അത് ആസ് കൺസേൺ നമുക്കിപ്പോൾ 4 അഡൽട്ട് 1 ചൈൽഡ് എന്നുള്ള രീതിയിൽ പോകണം, നല്ല രീതിയിൽ കംഫർട്ടായിട്ട് പോകാം. റിയർ AC വെൻസ് കൊടുത്തിട്ടുണ്ട്, ചാർജിങ് പോർട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. റിയറിലുള്ള 3 പാസഞ്ചേഴ്സിന് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ മിഡിൽ നമുക്ക് ആംറസ്റ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, വിത്ത് കപ്പ് ഹോൾഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് നമുക്ക് 3 പാസഞ്ചേഴ്സിനും 3 പിൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രേ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 60/40 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 60/40 ആയിട്ട് സീറ്റും സ്പ്ലിറ്റ് ചെയ്യാം. പിന്നെ ക്യാബിൽ ലൈറ്റ് കാണാൻ പറ്റും, ഹാൻഡിലും ഹൂക്കും 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയാണുള്ളത്. ഓക്കെ, ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അധികം ലെങ്ത് ആക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ചുരുക്കി ചെയ്തിട്ടുണ്ട്. ചാനൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോക്സ്വേൻ്റെ എല്ലാ വീഡിയോസും ഉണ്ടാവും. നല്ല രീതിയിൽ സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10K സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തോളം ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തുടങ്ങിയൊരു ചാനലാണ്, അതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല രീതിയിലുള്ള എന്താ പറയുക സപ്പോർട്ട് നിങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നെക്സ്റ്റ് വീഡിയോസ് കാണാം. ടിൽ ദെൻ, ബൈ ബൈ.